ഇഷ്ടായോന്നോ? ഇതിനേക്കാളും വലിയ കാഴ്ച എന്തെന്നെ കാണിക്കാനുള്ളത്? ഈ ഭഗവാന്റെ മുന്നിലല്ലാതെ വേറെ എവിടെയാ സങ്കടങ്ങളും പരാതികളും ഒക്കെ ഇറക്കി വെക്കുക? മുത്തശ്ശി അവർക്കൊന്നും കാണിച്ചു കൊടുക്കാതെ ഇത്ര പ്രാധാന്യമായിട്ട് ഇതെന്നെ കാണിക്കാൻ തോന്നിയല്ലോ. മനസ്സ് നിറച്ചും ഭക്തി നിനക്കല്ലേ? കണ്ണന്റെ പ്രിയപ്പെട്ടവള് നീയല്ലേ? നിനക്കല്ലാതെ വേറെ ആർക്കാ ഞാനിത് കാണിച്ചു കൊടുക്ക? ഇതെന്ത് പണിയാമ്മേ? എത്രയോ തവണ ഞങ്ങൾ രണ്ടുപേരും ചോദിച്ചിട്ടുണ്ട് ഈ വിഗ്രഹം ഒന്ന് കാണണമെന്ന്. അന്നൊക്കെ അമ്മ ഓരോരോ കാരണങ്ങൾ പറഞ്ഞു. ഇപ്പോ ഈ വീട്ടിൽ ആരും ഇല്ലാത്ത ഒരാൾക്ക് ഇതെടുത്ത് കാണിച്ചു കൊടുക്കാൻ തോന്നിയല്ലോ. ഈ വിഷയത്തില് ഒരു തർക്കം ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ ഇത് നിങ്ങളും കണ്ടുവല്ലോ, അത് മതി. എന്നാലും ഇത് മോശമാണ് മുത്തശ്ശി. ഞങ്ങൾക്കെന്താ ഇതിനൊന്നും യോഗ്യതയില്ലേ? ഞാൻ പറഞ്ഞല്ലോ തർക്കം വേണ്ടാന്ന്. ഈ കുട്ടിക്ക് കണ്ണനോടുള്ള ആരാധന എനിക്കറിയാം, അതിലെ ആത്മാർത്ഥത. അതുകൊണ്ട് അവൾക്കൊരു സമ്മാനമായിട്ട് ഞാനിത് കാണിച്ചു. മോളെ അതിങ്ങത്ത. രണ്ടുപേരും കണ്ണു നിറച്ച് കണ്ടല്ലോ. ഇനി ഇതിനെക്കുറിച്ചൊരു പരാതി വേണ്ട. അതികത. കൃഷ്ണ, നന്ദി മുത്തശ്ശി. അമ്പാടിക്കണ്ണിനെ നേരിട്ട് കണ്ടൊരു പ്രതീതിയായിരുന്നു. എന്റെ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട കാഴ്ച കാണിക്കാനായല്ലോ, അത് മതി. വാ. ഓ, കൽപ്പനെ വാ 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 വാ.
പ്രിയങ്കേ, നിന്റെ ചേച്ചി വീട്ടിൽ നിന്ന് പോണോന്ന് നീ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ട്. എങ്കിലേ അതിനൊരു മാർഗമുണ്ട്. അവൾ ഇവിടുന്ന് പോകുമെന്ന് മാത്രമല്ല, പിന്നീട് ഒരിക്കലും കണിമംഗലത്തിന്റെ പടി ചവിട്ടില്ല. പറഞ്ഞു കൊടുക്ക ചെറിയമ്മേ. കണിമംഗലത്തെ ശ്രേയസിന് വേണ്ടി സൂക്ഷിച്ചിരിക്കുന്ന സ്വർണ്ണ വിഗ്രഹം അറിയാലോ. അതിന്റെ താക്കോല് അമ്മയുടെ കസ്റ്റഡിയിലാണ്. ഇതുവരെ ഞങ്ങളെപ്പോലും കാണിക്കാത്ത ആ വിഗ്രഹം ഇന്ന് അമ്മ അവളെ കാണിച്ചു, ആ രാധികെ. അങ്ങനൊരു വിഗ്രഹം കണ്ട് കണ്ണു മഞ്ഞളിച്ച രാധിക അതും കൈക്കലാക്കി ഈ കണിമംഗലം വിട്ടാലോ? ഏയ്, നിങ്ങൾ എന്തായി പറയുന്നേ? ചേച്ചി അങ്ങനൊന്നും ചെയ്യില്ല. പ്രത്യേകിച്ചും ഭഗവാൻ കൃഷ്ണന്റെ കാര്യത്തിലും. വിഗ്രഹം അവളെടുക്കണ്ട, പകരം നമുക്കെടുത്താലോ? പ്രിയങ്കേ, കുറച്ച് റിസ്ക് ഉണ്ട്. പക്ഷെ എല്ലാം കൃത്യമായിട്ട് വന്നാല് രാധിക ഈ വീട്ടിലുണ്ടാവില്ല. ഒന്നിച്ചു നിന്ന അമ്മയുടെ അലമാരയുടെ താക്കോല് കണ്ടുപിടിക്കാം, ആമാടെ പെട്ടിയിൽ നിന്ന് വിഗ്രഹം എടുക്കാം. എന്തു പറയുന്നു? ചേച്ചി എന്നേക്കുമായി ഇവിടുന്ന് പോകുന്ന കാര്യമാണെങ്കിൽ എന്ത് കാര്യത്തിന് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. വാക്കാണല്ലോ അല്ലേ? അതിന്റെ ഇടയിലെങ്ങാനും കാല് മാറിയ എന്നെ കുറിച്ച് പേടിക്കണ്ട ഏട്ടത്തി. കാലുമാറിയാൽ നിങ്ങളൊക്കെ എന്നെ എന്ത് ചെയ്യുമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. എന്തായാലും ഇന്ന് വേണ്ട, നാളെ ആവട്ടെ. ആർക്കും ഒരു സംശയവും തോന്നാതെ വേണം ഇത് നടപ്പിലാക്കാൻ. ശരി പ്രിയങ്ക. കൽപ്പനെ വാ. ചെറിയമ്മേ, ഇവളെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. അതിനൊരു വഴിയുണ്ട്. ആമാട പെട്ടിയിലെ വിഗ്രഹം നീയോ ഞാനോ അല്ല എടുക്കേണ്ടത്, അത് പ്രിയങ്കയെ കൊണ്ടുവേണം എടുപ്പിക്കാൻ. അതെന്തിനാ? രാധിക പുറത്തു പോകുന്നതിനെ കുറിച്ചല്ലേ അവള് ചിന്തിക്കുന്നത്. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് അവളും കൂടി പുറത്തു പോകുന്നതല്ലേ. അവളെ കൊണ്ട് വിഗ്രഹം എടുപ്പിക്കണം. ബാക്കിയൊക്കെ നമുക്ക് വഴിയുണ്ടാക്കാം. രണ്ടെണ്ണത്തിനെയും ഇവിടെ വെച്ച് പൊറപ്പിക്കരുത്. മാഡത്തിന്റെ വസ്തുക്കച്ചവടം എന്തായാലും ലക്ഷ്യം കണ്ടു. ശ്യാമ മാഡത്തിന്റെ മകള് ജീവിച്ചിരിക്കുന്നു എന്നതിന് ഇനി ഒരു തെളിവും ആവശ്യമില്ല. അവരുണ്ടല്ലോ അമൃത, ശ്യാമ മാഡത്തിനോട് വ്യക്തമായിട്ട് തന്നെ ചോദിച്ചു, മകള് ജീവിച്ചിരിക്കുന്ന കാര്യം ഐശ്വര്യ അറിഞ്ഞാൽ പ്രശ്നമാവില്ലെന്ന്. പാവങ്ങൾ, അല്ലാതെ എന്തു പറയാനാ മാലിനി? ഒരുപക്ഷെ ശ്യാമ സ്വന്തം മകളെ കണ്ടെത്തി ഈ ലോകത്തിന് മുന്നിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ എനിക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റില്ലായിരുന്നു. ഇത് പിന്നെ മകളെ സൂക്ഷിച്ചിരിക്കുന്നത് മറവിലല്ലേ? അപ്പൊ പിന്നെ എനിക്ക് എന്ത് ചെയ്യാനും സ്വാതന്ത്ര്യമുണ്ട്. വേണമെങ്കിൽ മകളെ കൊല്ലാം, അല്ലെങ്കിൽ അമ്മയെ തന്നെ ഇല്ലാതാക്കാം. മാഡം, ഇതാണ് എന്റെ മകൾ, ഇതാണ് എന്റെ സമ്പത്തിന്റെ സമ്പൂർണ്ണ അവകാശിയെന്ന് ശ്യാമ പറഞ്ഞാലല്ലേ ഈ ലോകം അറിയും. ശ്യാമയ്ക്കിനി സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലോ? എന്നുവെച്ചാ ഇത്രയും കാലം ശ്യാമ സംസാരിക്കേണ്ടതും പാടേണ്ടതും എന്റെ ആവശ്യമായിരുന്നു. ഒരു ബലിമൃഗത്തെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് പോലെ ഞാൻ ശ്യാമയെ കൊണ്ട് പണിയെടുപ്പിച്ചു. ഉണ്ടാക്കാൻ കഴിയുന്നതൊക്കെ വാരിക്കൂട്ടി. ഇനി എന്തിനാ ശ്യാമയ്ക്ക് സ്വരം? ശ്യാമയുടെ ശബ്ദം എന്നേക്കുമായി നിലച്ചുപോട്ടെ. ഈ
ലോകം മുഴുവൻ ഞാൻ അവളുടെ കുഞ്ഞിനെ അന്വേഷിച്ച് നടക്കുമ്പോ ഹ, അവൾ അവളുടെ കുഞ്ഞിനെ ഞാൻ അറിയാതെ സംരക്ഷിക്കുകയായിരുന്നെങ്കിലേ അതിനുള്ള ശിക്ഷ ഞാൻ കൊടുക്കണ്ടേ മാലിനി? ശ്യാമയുടെ കരിയർ ഇതോടെ അവസാനിക്കും. ശ്യാമയുടെ നാവിനി ചലിക്കാൻ പാടില്ല. അതാ എന്റെ തീരുമാനം. അതെങ്ങനെ വേണമെന്ന് ഞാൻ കൃത്യസമയത്ത് പറഞ്ഞു തരാം. മാഡം, മുമ്പ് ഒരു വാക്ക് തിരിച്ചു പറയാതിരുന്ന ശ്യാമ മാഡം അല്ല ഇപ്പോ. അവർക്കിപ്പോ കരുതലുണ്ട്. മാലിനിക്ക് പേടിയാവുന്നുണ്ടോ? പക്ഷേ എനിക്ക് പേടിയില്ല. ഒരു കാര്യം തീരുമാനിച്ചിറങ്ങിക്കഴിഞ്ഞാ എനിക്കതിന്റെ അവസാനം കണ്ടിരിക്കണം. ശ്യാമ എന്നെ തോൽപ്പിച്ച അതെന്റെ മരണത്തിന് തുല്യമാ. പാവം ശ്യാമ ദുരന്തങ്ങൾ ഇരന്നു വാങ്ങുകയാ. എനിക്കത് കൊടുക്കാതിരിക്കാനും പറ്റില്ല. ആരെങ്കിലും വരുന്നുണ്ടോ നോക്കണം. പൊയ്ക്കോ, പൊയ്ക്കോ. വിഗ്രഹത്തിന് പുറകില് ആമട പെട്ടിയുണ്ട്. പോയി വേഗം വിഗ്രഹം എടുത്തോണ്ട് വച്ചല്ലേ. ഞാനോ? ചെല്ല്. ആരെങ്കിലും വന്നാ ഞാനും ചെറിയമ്മയും കൈകാര്യം ചെയ്തോളാം. ഓ അല്ല, ഇപ്പൊ ഇങ്ങോട്ട് കൊടുത്തേ ചെറിയമ്മേ.
അതിന്റെ ബാക്കില്. ഇനി താക്കോല് അമ്മയുടെ മുറിയിൽ തിരിച്ചു വെക്കണം. പ്രിയങ്ക, ഇനിയാണ് രാധികയ്ക്കുള്ള പണി. ബാക്കിയെല്ലാം രാവിലെ. മോളെപ്പോഴും പറയില്ലേ, ഞാൻ മോളെ ചേർത്ത് പിടിക്കുമ്പോൾ അമ്മയെ പോലെ തോന്നുമെന്ന്. വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മയോടും അത് പറയാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നെ അമ്മയെന്നൊന്ന് വിളിക്കാമോ? സ്വപ്നങ്ങളൊക്കെ നഷ്ടപ്പെട്ടിരുന്ന കാലത്തുനിന്ന് ഇപ്പൊ വല്ലാത്തൊരു മാറ്റം വന്നു. മുമ്പ് എൻ്റെ മനസ്സിൽ മുള്ളുകൾ മാത്രമായിരുന്നു, കുറെ കരിഞ്ഞുണങ്ങിയ പാടുകളും. ഇപ്പൊ അതല്ല, പൂക്കളുണ്ട്, പൂത്തുമ്പിയുണ്ട്. ഒന്ന് വിളിക്കാമോ നീ എന്നെ? അമ്മേ, അമ്മേ, ഫിദ മാഡം എന്താ എന്നെ ഇത്രയ്ക്ക് സ്നേഹിക്കുന്നത്? ഫിദ മാഡത്തിൻ്റെ അടുത്ത് ചെന്ന് നിൽക്കുമ്പോൾ എനിക്കെന്താ ഇത്രയും സന്തോഷം വരുന്നത്? എനിക്കും നിനക്കും ഇടയിൽ ഈ മറ ഒരുപാട് നാളുണ്ടാവില്ല. ഞാൻ എൻ്റെ മുഖം നിന്നെ കാണിക്കുമ്പോൾ നിനക്ക് മനസ്സിലാവും നിന്റെ അമ്മ തന്നെയാണ് ഞാനെന്ന്.
നിമിഷം അമ്മ കാത്തിരിക്കുന്നു.